അപ്പം ഞാൻ എന്തിനാ അതിൽ അങ്ങനെ അടിക്കണ്ടായിരുന്നു, ഭയങ്കര മോശമായി, നിങ്ങളൊരു എത്ര ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ അടിക്കരുത്. അപ്പോൾ പറയണേ റിഫ്ലെക്സ് ആക്ഷൻ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത് ഒരാളെ ഇടിച്ച അപ്പം തന്നെ റിഫ്ലെക്സ് ആക്ഷൻ അല്ല റിഫ്ലെക്സ് ആക്ഷൻ. ഇത് ഒരാളെ ഇടിച്ചിട്ട് 2 മിനിറ്റ് ചിന്തിച്ചിട്ട് ഒറ്റടിയാവുന്നത് ശരിയില്ല. എന്നെ ആരും തുടങ്ങുന്ന ഞാൻ തിരിച്ചടിക്കും. അവിടെ അതിൽ മിസ്റ്റേക്ക് പറ്റിയത്. അപ്പോൾ ബേസിക്കലി ജിസയിലും അനുമോളെടുത്ത് ലിപ്സ്റ്റിക്ക് മാറ്റിയപ്പോൾ ജിസയിലും റിഫ്ലെക്സ് ആക്ഷനിൽ കാണിച്ചത്. പക്ഷെ പണി കിട്ടിയത് രണ്ടുപേർക്കും അല്ലേ. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ. 2 കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. ഒന്ന്, അനീഷൻ, ആദില, ഷാനവാസ് ഇവരെ ചുറ്റിപ്പറ്റിയിട്ടുള്ളൊരു വിഷയം. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അനീഷിൻ്റെ ഒരു ഇരുത്തം. അതായത് ഷാനവാസിനായിട്ടുള്ള റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് അനീഷിൻ്റെ ഒരു ഇരുത്തുണ്ട്. പിന്നെ ആദിലയും അനീഷും തമ്മിൽ ചെറിയൊരു ഇഷ്യൂ, ചെറുതല്ല അത്യാവശ്യം വലിയൊരു ഇഷ്യൂ ആണ്. അതിലൊരു ഫിസിക്കൽ അസോൾട്ട് ഇൻവോൾവ് ആണ് എന്നുള്ളത് ഇന്ന് രാവിലത്തെ ലൈവ് കണ്ട സമയത്ത് മനസ്സിലായി. കാരണം നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിച്ചിട്ടുള്ള ക്ലിപ്പ് ആര്യൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. കാരണം ആര്യൻ പറയുന്നത് ആദിലയും അനീഷും തമ്മിലുണ്ടായ ഫിസിക്കൽ അസോൾട്ടാണ്. സോറി, ലൈവിൽ എനിക്കത് മിസ്സായി, ഞാൻ കണ്ടിരുന്നില്ല. ആരും അങ്ങനെ പറഞ്ഞു കേട്ടിരുന്നില്ല. നിങ്ങൾ കേട്ടവരാണെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് കൃത്യമായിട്ട് കണ്ടവരുണ്ടെങ്കിൽ, ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് പറയണത്, കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പക്ഷേ എന്താണെന്ന് രാവിലെ ലൈവിൽ സംസാരിച്ചിട്ടുള്ളത് അവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ വിഷയം അതാണ്. മൂന്നാമത്തത് ആര്യനും ഗിസേലും തമ്മിലുള്ള രാവിലത്തെ കോൺവെർസേഷൻ. ആര്യൻ പോയി ഗിസേലിനെ കൊഞ്ചിക്കുക, ആദ്യം അത് പറയാം. ഇന്ന് രാവിലെ ജിസേൽ ബെഡിൽ നിന്ന് എണീക്കുന്ന സമയത്ത്, അത് ബെഡിൽ ഇങ്ങനെ കിടക്കുകയാണ്, കുറച്ച് മുന്നേ ബെഡിൽ കിടക്കുന്ന സമയത്ത് അവിടെ ആര്യൻ ചെന്ന് സംസാരിക്കുന്ന ചെറിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ലൈവിൽ എത്ര പേര് കണ്ടു എന്നറിയില്ല. ഞാൻ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡിങ് വോയിസ് ഒന്നും ഇവിടെ പ്ലേ ചെയ്യുന്നില്ല. പറയാം, വളരെ 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 എനിക്ക് എന്താ തൊലി ഉരിഞ്ഞു പോണ രീതിയിൽ ഈ ആര്യന് ജിസേലിൻ്റെ അടിമക്കണ്ണനായിട്ട് മാറിയിരിക്കുകയാണ്. സീരിയസ്ലി, ഇതെന്താ ഇങ്ങനെ? ഇത്ര വയസ്സവനില്ലേ? അവന് ഫ്രണ്ട്ഷിപ്പോ പരിപാടിയോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ അവന് ബിഗ് ബോസിന് പുറത്തായിക്കൂടെ? ഇങ്ങനെ ഒരു അടിമക്കണ്ണനാണോ? സത്യം പറഞ്ഞാൽ ആര്യൻ അടിമക്കണ്ണ ആര്യൻ, അതിൽ യാതൊരു സംശയമില്ല. ജിസേലിൻ്റെ പച്ച അടിമ. ഇന്ന് രാവിലെ പറയാം, നീ എന്താണ് പിന്നെ ഡ്രസ്സ് അലക്കുന്ന കേസ്, അവളെ കവിള് പിടിച്ച് കൊഞ്ചിക്കുക. ജിസേലിന് ആ 10-31 വയസ്സുള്ള മുതുക്കിനെ പിടിച്ച് ഈ ചെക്കൻ കയറി കൊഞ്ചിക്കിന് കാണുന്ന സമയത്ത് എനിക്കെന്തോ ഭയങ്കര അരോചകമായിട്ട് ഫീൽ ചെയ്യാം. എനിക്ക് ഇവനെ ഇഷ്ടമല്ല, വലിയ താല്പര്യമൊന്നുമില്ല, നമ്മളവനെ സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ എന്നാലും പറയുക, അയ്യേ, കാണുന്ന സമയത്ത് എന്തോ പോലെ ഫീൽ ചെയ്തു. നിങ്ങൾ എത്ര പേര് നിങ്ങൾ കണ്ടൊന്ന് രാവിലെ? ഞാൻ അതിൻ്റെ ക്ലിപ്പ് ഞാൻ ഇവിടെ കൊടുക്കാം. ക്ലിപ്പല്ല, ശരി, ആ ഫോട്ടോ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഭയങ്കര ഇതായിട്ട് പോകുക. എന്നിട്ട് ജിസേൽ പിണങ്ങിയതിന് ഇവൻ നന്നാക്കാൻ നടക്കുകയാണ്. ജിസേൽ പിണങ്ങുക. അപ്പോൾ ജിസേലിനോട് ഇങ്ങനെ പറഞ്ഞിട്ട് കവളൊക്കെ പിടിച്ച് കൊഞ്ചിച്ച് പറയും, നിനക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, നീ എൻ്റെ ഭക്ഷണത്തിൽ നിന്ന് നിനക്ക് വേണമെങ്കിൽ എടുക്കാം, എൻ്റെ ഫുഡ് നിനക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം, കൈയിട്ടെടുത്തോ കുഴപ്പമില്ല, നീ എൻ്റെ ഏത് ഡ്രസ്സ് വേണമെങ്കിൽ നീ അലക്കിക്കോ. ഇതൊക്കെ ഇവൻ തമാശയെ കൂടി പറയുന്നതാണ്. ഇവനെ സപ്പോർട്ട് ചെയ്യുന്നവർ ചിലപ്പോൾ പറയുമായിരിക്കും ഇത് ഇവൻ തമാശ രൂപത്തിൽ പറഞ്ഞതാണ്, ഇവന് ജോക്കാണ്. ഇവന് 10-24 വയസ്സിലെടുത്ത് 24-25 വയസ്സിൽ ഇല്ലവന്. അയ്യേ, എന്തിനാ ഇവർ അതിൻ്റെ ഉള്ളൊരു ഗെയിം കളിക്കാൻ പോയിക്കുക? എന്തിനാ പോയിക്കുന്നത്? ഭയങ്കര അരോചകമായിട്ട് ഫീൽ ചെയ്യുക. നീ എന്ത് വേണം, എൻ്റെ ഏത് ഡ്രസ്സ് വേണേ അലക്കിക്കോ, എൻ്റെ ഷഡ്ഡി മാത്രം നീ അലക്കരുത്. എനിക്ക് ഇത് കൊഞ്ചിക്കലൊക്കെ ഡയറക്റ്റായിട്ട് കാണുന്നവർക്കറിയാം, ക്രിഞ്ചടിച്ച് മരിക്കും. അതൊരു കഥ. രണ്ടാമത്തെ വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അനീഷും ഷാനവാസും. ആദിലയുടെ വിഷയം ഞാൻ ലാസ്റ്റ് പറയാം, ഫിസിക്കൽ അസോൾട്ടിൻ്റെ കാര്യം. അനീഷും ഷാനവാസും ഞാൻ തുടക്കം തൊട്ടേ പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് 2 പേരെ ഇഷ്ടമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് 2 പേരും ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്നതിൽ മാത്രമേ താല്പര്യമുള്ളൂ. അല്ലാതെ 2 പേരും ഒരു ക്യൂട്ട് കോംബോ, പല ആൾക്കാരും ഇവരുടെ ക്യൂട്ട് കോംബോ ആഘോഷിക്കുന്ന സമയത്തും അതിലൊരു കാര്യം ഷുവറാണ്, അത് അനീഷിൻ്റെ ഫാൻസിനും യഥാർത്ഥത്തിൽ ഷാനവാസിനെ ഇഷ്ടപ്പെടുന്ന ഷാനവാസ് ഇതൊരു ഇൻഡിവിജ്വൽ ഗെയിം ഷോ ആണ്, ആ രീതിയിൽ ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഈ കോംബോ. കാരണം ഈ കോംബോ മുന്നോട്ട് പോകുന്തോറും ഇൻഡിവിജ്വൽ പ്ലെയേഴ്സിനാണ് എപ്പോഴും ബിഗ് ബോസിൽ സ്ഥാനം. ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് മുന്നേറും ഒന്നുകിൽ, അല്ലെങ്കിൽ ഈ കോംബോയിൽ പെട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി അവിടെ സൈഡാവും. ഇവിടെ വളരെ കൃത്യമായിട്ട് സൈഡായിട്ടുള്ളത് അനീഷാണ്. ഷാനവാസ് വളരെ കൃത്യമായിട്ട് വിദഗ്ധമായിട്ട് അനീഷിനെ സൈഡാക്കി. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് വെച്ചാൽ, ശരിയാണ്, അനീഷിനോട് ഷാനവാസിന് ചിലപ്പോൾ ഒരു ഇതൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഗെയിമിനകത്ത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ഗെയിമായിട്ട് എനിക്ക് കാണാൻ കഴിയുള്ളൂ. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയട്ടെ, ഷാനവാസ് വളരെ കൃത്യമായിട്ട് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്ന് ഞാൻ പറയാം, അത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാം ഗെയിം സ്ട്രാറ്റജിയാണ്, നല്ല ഗെയിമറുടെ ലക്ഷണം തന്നെയാണ്. ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് ഷാനവാസ് തുടക്കം തൊട്ടേ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സംഗതി തന്നെയാണ് ഷാനവാസ് അനീഷിൻ്റെ അടുത്തും ചെയ്തിട്ടുള്ളത്. അനീഷ് ഒരു ഒറ്റയാനായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലാണ്ടായിട്ട്. കാരണം വെച്ചാൽ അവന് അവൻ്റെതായ ഒരു ഗെയിം സ്ട്രാറ്റജി ഉണ്ട്, അവൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. അതായത്
എന്താ പറയുക, ചില കാര്യങ്ങളിൽ ഒരു ചട്ടക്കൂട് മനുഷ്യൻ സൃഷ്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വേറുള്ളവർക്ക് പ്രവേശനമില്ല. എൻ്റെ തീരുമാനങ്ങൾക്കോ കാര്യങ്ങൾക്കോ എൻ്റെ സെൻറ്റിമെൻറ്റ്സ് അതിനെ ബാധിക്കുന്നില്ല, എൻ്റെ പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ്സും പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ്സും അതിൻ്റെ ഉള്ളിൽ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പോകുന്ന ഒരു അനീഷിനെയാണ് നമ്മൾ ആദ്യം തൊട്ടേ കണ്ടിരുന്നത്. പിന്നീടാണ് ഷാനവാസിൻ്റെ ഒരു വിഷയം വന്ന സമയത്തൊക്കെ അനീഷിൻ്റെ നിലപാടുകൾ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുണ്ടായി. ഒരുപാട് മോശമായിട്ട് അനീഷിന് പുറത്തത് ഭയങ്കരമായിട്ട് ബാക്ക് ഫയർ ചെയ്തിട്ടുണ്ട്. ഉള്ളിലുള്ള ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, പുറത്തും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അനീഷിന് ആരും ഫ്രണ്ട്സ് ഉണ്ടാവാൻ പാടില്ല, അത് കാലാകാലം ഒറ്റയ്ക്ക് പോകണമെന്നല്ല. പക്ഷേ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിം ഷോയിൽ അനീഷ് സ്വീകരിച്ചിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എന്ന് പറയില്ലേ, ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയിൽ തുടങ്ങിയിട്ട് പണ്ട് പല ആൾക്കാരും പരീക്ഷിച്ച സ്ട്രാറ്റജി ആണെങ്കിലും കൂടി അതിൽ പുതിയൊരു ഫ്ലേവർ കൊണ്ടുവന്നിട്ട് പുതിയൊരു വേറെ രീതിയിലാണ് അനീഷ് ഇതിനെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ അനീഷ് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കേസ് വരുന്ന സമയത്ത് ആദ്യം ചെയ്ത സംഗതികൾ കംപ്ലീറ്റ് ഫേക്കാണ് എന്ന് പറഞ്ഞ സംഗതി ഒരു ലേബൽ അവിടെ വരും. പക്ഷേ ലൈവ് വളരെ കൃത്യമായിട്ട് കണ്ടവർക്കറിയാം അനീഷ് ഷാനവാസിനോട് കമ്പനി കൂടുന്നത് നിന്നെ അടുപ്പിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് അത് പറയുമ്പോഴൊക്കെ ഷാനവാസ് ഒരു മനുഷ്യൻ സ്ഥിരമായിട്ടൊരാളുടെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഷാനവാസിൻ്റെ സ്ട്രാറ്റജിയാണ്, വളരെ നല്ല സ്ട്രാറ്റജിയാണ്. കാരണം വെച്ചാൽ ഒപ്പോണൻ്റായിട്ട് അനീഷിനെ കാണുന്ന സമയത്ത് ശരിയാണ്, പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഗെയിമിൻ്റെ ഉള്ളിൽ അതൊരിക്കലും ഒരു നല്ല പരിപാടിയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യും. അപ്പോൾ അനീഷ് ഈ രീതിയിൽ പോകുന്ന സമയത്ത് ലാസ്റ്റ് ഇപ്പോൾ ഒരു കോയിൻ്റെ വിഷയം ഉണ്ടല്ലോ, ആ ഒരു കോയിന് 3 ചോക്ലേറ്റ് കിട്ടുന്ന കോയിൻ വിഷയത്തിൽ ഷാനവാസ് ആദിലെയും നൂറയുടെയും കൂടെ ചെന്നിട്ട് അനീഷിനോട് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഒരു കാരണവശാലും എനിക്ക് പേഴ്സണലി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യും. നിങ്ങൾ അനീഷിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം വെച്ചാൽ അതിന് ശേഷം അനീഷ് അവിടെ ഒറ്റയ്ക്ക് പോയിരുന്ന് പറഞ്ഞ ഡയലോഗുണ്ട്, എനിക്ക് നീ ഒരു കയ്യകലത്ത് മാത്രമേ എല്ലാവരും വെക്കുള്ളൂ, ഒരു ഡിസ്റ്റൻസിൽ മാത്രമേ ഞാൻ കീപ്പ് ചെയ്യുള്ളൂ. കാരണം വെച്ചാൽ എനിക്ക് പിന്നെ പണി കിട്ടിക്കഴിഞ്ഞു, കാരണം ബന്ധങ്ങളിൽ അത് റിയലൈസ് ചെയ്തു അറ്റ്ലീസ്റ്റ് അനീഷ്. എന്താ ഇതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അറിയോ, ഞാൻ എൻ്റെ ഒരു ഇത് പറയട്ടെ, ഈ അനീഷും ആദിലും തമ്മിൽ ഭയങ്കര വലിയ പ്രശ്നമാണ്. ആ പ്രശ്നത്തിലേക്ക് ഞാൻ വരാം. അതിന് മുന്നേ അനീഷും ആദിലും തമ്മിൽ അത്രയും വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഭയങ്കര വിഷയമാണല്ലോ. ഈ വിഷയത്തിൽ ഷാനവാസ് എന്ന് പറഞ്ഞൊരു വ്യക്തി നടുക്കുള്ളത് കൊണ്ട് പല സമയത്തും അനീഷിന് തിരിച്ച് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൊണ്ടെത്തിക്കുന്നുണ്ട്. വേറസ് ആദിലേക്ക് ഇതൊന്നും വിഷയമല്ല, ആദിലിനെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രോബ്ലം അല്ല. കാരണം എന്താണ് അതിൻ്റെ വായന്ന് വീഴുക എന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അതിശയിച്ചു പോകും, എന്തൊക്കെ വർത്താനം ഇവൾ പറയുന്നതെന്നുള്ളത്. കാരണം ഇന്ന് രാവിലെയൊക്കെ അവിടെ ഇരുന്ന് പറയുന്ന വർത്താനം, ഇന്നിപ്പോൾ രാവിലെ ഒരാൾ പറയാം എന്താ വിഷയം എന്ന് വെച്ചാൽ ആ ബോട്ടിൽ ടാസ്ക് ഉണ്ടല്ലോ, ബോട്ടിൽ ടാസ്ക് നടക്കുന്ന സമയത്ത് അനീഷിൻ്റെ കൈ അറിയാതെ ഇവരെ ആദിലിനെ തട്ടിയപ്പോൾ ആദില പറയുന്നത് ഇത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അവർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. പക്ഷേ മറ്റേ ഹൗസിലുള്ള മറ്റുള്ള എല്ലാവരും ഇത് സമ്മതിച്ചു കഴിഞ്ഞു. കൈ തട്ടിക്കഴിഞ്ഞതിന് ശേഷം അനീഷ് തിരിച്ചു പോകുന്ന സമയത്ത് ആദില പറഞ്ഞത് എൻ്റെ റിഫ്ലക്സിൽ ഞാൻ കുത്തിയെന്നുള്ളത്. പക്ഷേ അതല്ല എന്നുള്ളതാണ് അക്ബർ അടക്കം ഈ ആര്യനടക്കം. കാരണം ഇവരൊക്കെ അനീഷിനെ എതിർക്കുന്ന ആൾക്കാരാണ്, ഒരു കുറച്ചെങ്കിലും ആദിലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ വരെ പറഞ്ഞതെന്ന് വെച്ചാൽ അനീഷ് ഈ പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ഇവൾ പുറകെ പോയി ശക്തിയായിട്ട് അനീഷിൻ്റെ പുറത്തിടിച്ചു, അതൊരു ഫിസിക്കൽ അസോൾട്ടാണ് എന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അത് ഞാൻ കണ്ടിട്ടില്ല അതിൻ്റെ സംഭവം. ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വരുന്ന സമയത്ത് എന്തായാലും ഇത് ചോദിക്കണം എന്നുള്ളതും മാത്രമല്ല, ഇത് ചോദിക്കുന്ന സമയത്ത് ആര്യം രാവിലെ പറഞ്ഞ ഡയലോഗ് എന്താ വെച്ചാൽ ഫിസിക്കൽ അസോൾട്ട് എന്നുള്ള ഇവർ രാവിലെ ഡിസ്കഷൻ എടുക്കാൻ കാരണം വെച്ചാൽ ഇതൊരു ഫിസിക്കൽ അസോൾട്ടിൻ്റെ സ്വഭാവത്തിൽ വരുന്നതാണ്. ഒരു അനുമോള് ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്ക് തൊട്ട സമയത്ത് ആ തൊടുന്ന സംഗതി പോലും ജിസേൽ റിഫ്ലക്സ് കൊണ്ട് പുഷ് ചെയ്തു എന്നുള്ള സംഭവമാക്കിയതാണ്. 2 പേരും അതിൻ്റെ പേരിൽ ജയിലിൽ പോയിട്ടുള്ളതാണ്. ഇവിടെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നിട്ടുള്ളത് അനീഷ് ശരിയാണ്, സ്വാഭാവികമായിട്ട് തട്ടിലുണ്ടായിട്ടുള്ളത്. പക്ഷേ ആദില അവിടെ മനഃപൂർവ്വം പുറകെ ചെന്ന് ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇന്ന് രാവിലെ ഇവർ പറഞ്ഞിട്ടുള്ളത്. അതിൽ പറഞ്ഞു വെച്ചാൽ ഞാൻ റിഫ്ലക്സിൽ കുത്തിയതാണ്, അങ്ങനെ ആലോചിച്ചിട്ട് ചെയ്തതല്ല. അങ്ങനെ ആലോചിച്ചിട്ട് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഞാൻ അയാളെ എപ്പോഴും അടിച്ച് പുറത്തു പോകേണ്ട സിറ്റുവേഷൻ. എന്താണ് ഡയലോഗ് അറിയാം അതിലൂടെ, ഞാൻ എന്ത് വന്നാലും ശരി 2 എണ്ണം കൊടുത്തിട്ടേ ഞാൻ ഇറങ്ങിപ്പോളൂ, ഇവിടുന്ന് ഇറങ്ങി പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അവനെ ഞാൻ തീർത്തിട്ടേ പോളൂ. അല്ല ഇവൾ ആരാ, ഞാൻ എപ്പോഴും ചോദിക്കുന്നത് അതിലാരാ, ഇവൾ ആരാന്നുള്ള വിചാരം. എന്താ ഡയലോഗ് അറിയാം. അത് കേൾക്കുന്ന സമയത്ത് ഭയങ്കര ഇറിറ്റേഷൻ കേട്ടോ എനിക്ക് പേഴ്സണലി. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം ഇഷ്ടപ്പെടുന്നവർ. പക്ഷേ എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റീവ്. ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ് ആദ്യം, പക്ഷെ വെറുപ്പിക്കുന്നതിന് ഒരു അതിരുണ്ട്. അപ്പോൾ അവൾ പുറകെ ചെന്ന് അനീഷിനെ ഇടിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഞാനത് കണ്ടിട്ടില്ല, കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതാണ് രാവിലെ ഇന്ന് അവിടെ നടക്കുന്ന ഡിസ്കഷൻ. അതായത് നാളെ ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കും, കാരണം ഡെഫിനറ്റ്ലി ഇതവരെ ഡിസ്കസ് ചെയ്യുന്ന സംഭവമായതുകൊണ്ട് ഈ ആഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിലേക്കുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കോണ്ടൻറ്റാണ് ഈ ഒരു സംഗതി എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. കാരണം വെച്ചാൽ പുറകെ ചെന്നിട്ട് അനീഷിനെ അത്രയും മോശമായിട്ടാണ് ഇന്നലെ കണ്ട ആ പാത്രം കഴുകാൻ പറഞ്ഞ ദേഷ്യത്തിന് ഇവള് പോയിട്ട് പുതപ്പും തലണ്ണയൊക്കെ വലിച്ചെറിയുക. കാരണം അത്രയ്ക്ക് ദേഷ്യമാണ്, പകയും വെറുപ്പാണ് ഇവളുടെ ഉള്ളിൽ.
അപ്പോൾ വല്ലാത്ത ക്യാരക്ടറാട്ടോ. അത് കഴിഞ്ഞാൽ പാത്രം കഴുകുമ്പോൾ ആ പിന്നെ വെള്ളം നനച്ചിട്ടുള്ള പാത്രം ഉണ്ടല്ലോ, പാത്രത്തിൽ ഒഴിച്ചിട്ട് വെള്ളം എച്ചിൽ വെള്ളം വരെ അനീഷിൻ്റെ മുഖത്തേക്ക് ഒഴിക്കുന്ന ഇതുകൊണ്ടൊക്കെ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? വെറുക്കുകയാണ് ആൾക്കാർക്ക്. ആദില എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റൻറ്റിന് വെറുക്കുകയാണ്. റിയൽ ക്യാരക്ടർ എങ്ങനെയാണ് നമുക്കറിയില്ല, പക്ഷേ റിയൽ ക്യാരക്ടർ തന്നെ ആയിരിക്കും ഒരു പക്ഷേ. സോഷ്യൽ മീഡിയയിൽ ഇവർ ചുറ്റിപ്പറ്റി വേറെ ഒരുപാട് സംഗതികൾ വരുന്നുണ്ട്. ഞാൻ അതൊന്നും എടുത്ത് ചെയ്യുന്നില്ല. അവരുടെ കുടുംബം നൂറേനെ പിടിച്ചു വെച്ചതാണ് നൂറ, അങ്ങനത്തെ ഒരുപാട് സംഗതികൾ വരുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ അതൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ എന്തായാലും ഇങ്ങനെ ഒരു ഫിസിക്കൽ അസോൾട്ടിൻ്റെ സ്വഭാവമുള്ളൊരു സംഗതി അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു രാവിലെ അതിനെക്കുറിച്ചാണ് അവിടെ ഡിസ്കഷൻ നടന്നിട്ടുള്ളത്. ഞാൻ കണ്ടിട്ടില്ല, കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ്. എനിക്കൊന്നും ലൈവിലും കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ ആ സമയത്തൊക്കെ ലൈവ് കണ്ടതാണ്, കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നത്. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.